ആദ്യം തന്നെ നമ്മളെ സ്നേഹിക്കുന്ന എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ് നിബുദ് ആൽക്കമിസ്റ്റ് ചാനലിലേക്ക് ഒരു കിടിലോസ്കി നമസ്കാരം ഇരിക്കട്ടെ. ഒരു കിടക്കാച്ചി ബീഫ് പെരലിൻ്റെ റെസിപ്പിയുടെ നാടൻ ബീഫ് പെരൽ കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കി അങ്ങ് തകർത്ത് പൊളിച്ചെടുക്കുക എൻ്റെ ചങ്ങാതിമാരെ. ദേ ഇവനങ്ങ് ഇളക്കി മറിയുന്ന കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ? അപ്പോൾ കൊതി വിട്ട് നോക്കിക്കാതെ ഈ സംഭവം അങ്ങ് ഉണ്ടാക്കി തകർക്കുക എൻ്റെ ചങ്ങാതിമാരെ. ആദ്യം തന്നെ ഇതുപോലെ ചെറുതായിട്ടും തീ പിടിപ്പിക്കുക, എന്നിട്ട് ഉരുളി ഒന്ന് അതിന് മുകളിലേക്ക് വെക്കുക. ഉരുളി മുകളിൽ ശേഷം നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് എടുത്തിട്ട് മറിക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതുപോലെ സ്റ്റൈലായിട്ട് കൊടുക്കുക. ഉപ്പ് വാരി വിതറുക. ഉപ്പും കൂടെ വാരി വിതറിയ ശേഷം ഇതിന് മുകളിലേക്ക് ലേശം വെളിച്ചെണ്ണ ഇതുപോലെ സ്റ്റൈലായിട്ട് വാരി വിതറുക. ലേശം വെളിച്ചെണ്ണയും കൂടെ ഇട്ട ശേഷം ഇനി അടുത്ത കലാപരിപാടിയാണ് കറിവേപ്പിലയും കൂടെ ഇതുപോലെ നല്ല കറക്കി ഇങ്ങ് മറിച്ചു. ഇവനെ ഇട്ട ശേഷം ഇവനെ മൊത്തത്തിലെങ്കിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ലേ. ഇനി അടുത്ത കലാപരിപാടിയാണ് മസാല ഇടുന്ന പരിപാടി. ആദ്യം തന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം മല്ലിപ്പൊടി ഇച്ചിരി കൂടുതലങ്ങ് ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ഇട്ട ശേഷം ഇതുപോലെ കാശ്മീരി ചില്ലി പൗഡറോ അല്ല സാധാ ചില്ലി പൗഡർ, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങളങ്ങ് ചേർത്തോ. എന്നിട്ട് ഇവനെയും മറിക്കുക. എന്നിട്ട് നല്ല കിട്ടുക്ക മീറ്റ് മസാല എടുത്തൊരു മറിക്കുക എൻ്റെ ചങ്ങാതിമാരെ. അതുകൊണ്ട് ഇട്ട ശേഷം ലേശം ഗരം മസാലയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കഴിയുമ്പോൾ സംഭവം വേറെ ലെവലിലേക്ക് പോകും. എന്നിട്ട് കുറച്ച് പെരിഞ്ചീര പൗഡർ, നമ്മുടെ സീക്രട്ട് കേട്ടോ, പെരിഞ്ചീര പൗഡറും കൂടെ ഇട്ട ശേഷം അതിലേക്ക് സവോള 2ആയിട്ട് കീറുക 3ആയിട്ട് കീറുക. അതുപോലെ ഇതുപോലെ ഇന്നായിട്ട് കട്ട് ചെയ്ത് സവോളയും തക്കാളിയും കൂടെ എടുത്തിട്ട് മറിക്കുക കണ്ടോ. മറിച്ച ശേഷം വെളുത്തുള്ളി ചതച്ചതെടുത്തിട്ട് മറിക്കുക. ഇതെല്ലാം കൂടെ ഇട്ട ശേഷം ഇവനെ അങ്ങ് നല്ലവണ്ണം അങ്ങ് തിരുമുക. ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് അങ്ങ് തിരുമുക. തിരുമി ആ ബീഫേലും സവോളയിലും തക്കാളിയിലും ഇഞ്ചി വെളുത്തുള്ളി ഈ വക സാധനം എല്ലാം കൂടെ അങ്ങ് തേച്ച് പിടിപ്പിച്ച് ഒരു 1/2 മണിക്കൂർ അങ്ങ് വെച്ചാൽ സ്ലോയിൽ അങ്ങ് വെച്ചേക്കുക. ഇതുപോലെ അങ്ങ് വെക്കുക. വെച്ച ശേഷം ഏകദേശം മസാലയൊന്ന് പിടിച്ച് കഴിയുമ്പോഴേക്ക് അവനെ ഇതുപോലെ ഒരു അടപ്പ് വെച്ചങ്ങ് മൂടി വെക്കുക. മൂടി വെച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് നൈസായിട്ട് ഇവനങ്ങ് തുറക്കുക. തുറന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ആ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ എൻ്റെ ചങ്ങാതിമാരെ വരുന്നത് കേട്ടോ. കൊതി വന്നിട്ടൊരു രക്ഷയില്ല കേട്ടോ. ഇവനത് ഇതുപോലെ സ്ലോ മോഷനിൽ അങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ലെവലാക്കി സെറ്റാക്കിയ ശേഷം ഇവനെ ഒന്നും കൂടെ വേവാൻ വേണ്ടി അടച്ചു വെക്കണം. അപ്പോൾ ബീഫാകുമ്പോൾ ഇതുപോലെയൊക്കെ വേവിക്കുമ്പോൾ എങ്ങനെ പോലെ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ എടുക്കും കേട്ടോ, സമയം എടുക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ വേവാൻ വെച്ച ശേഷം ഏകദേശം ഈ ഒരു പരുവത്തിലായി കിട്ടും. അപ്പോഴേക്ക് ബീഫിൻ്റെ അകത്തു നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി അത്യാവശ്യം ഗ്രേവിയൊക്കെ പോലെ ഇത് ഈ ഒരു പരുവത്തിലേക്ക് ഒരു പെരളൻ, ഓവറായിട്ട് ഗ്രേവി ഇല്ല എന്നെങ്കിൽ ഡ്രൈയും അല്ലാത്ത രീതിയിൽ ഈ ഒരു രൂപത്തിൽ വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടിയും കൂടി ഇട്ട ശേഷം ഇവനെങ്ങ് മിക്സ് ചെയ്യുക. അപ്പം തന്നെ നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. ഇത് കണ്ടിട്ട് കൊതിയായിട്ടൊരു രക്ഷയില്ല കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റത്തെ കലാപരിപാടിയാണ് എൻ്റെ ചങ്ങാതിമാരെ. നല്ല ഇളം തേങ്ങക്കൊത്ത് വാരി വിതറുക. എന്നതിന് ശേഷം പച്ചമുളക് 2ആയിട്ട് കീറിയ 3ആയിട്ട് കീറിയ 4ആയിട്ട് കീറിയാലും ഒരു മറിക്കുക. മറിച്ച ശേഷം കറിവേപ്പിലയും കൊണ്ട് നല്ല സ്റ്റൈലായിട്ട് വാരി വിതറുക. കറിവേപ്പിലയും കൊണ്ട് ഇട്ട ശേഷം ഇവനെ മൊത്തത്തിലെങ്കിൽ മിക്സ് ചെയ്യുക. ഒരു 10 മിനിറ്റ് ഇതുപോലെ സ്ലോ മോഷനിലിട്ട് ചെറിയ ചൂടിലിട്ട് ഇങ്ങനെ അങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ ഏകദേശം ആ ബീഫ് പെരലിന് ഒരു രൂപത്തിലും ഭാവത്തിലായി വരാൻ തുടങ്ങും. നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും. അതിലൊക്കത്തുള്ളവരൊക്കെ ഉച്ചയാകുമ്പോൾ വീട്ടിലെത്താൻ തുടങ്ങും. ഈ പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരായാലും കൊതി വിട്ടുപോകും എൻ്റെ ചങ്ങാതി. ഒരു രക്ഷയില്ല കേട്ടോ. എന്നിട്ട് നല്ല കരിമുരാന്നിരിക്കും നല്ല പഴുത്ത പഴത്തിന് പഴംപൊരിയും കൂടെ ഉണ്ടാക്കുക. ആ പഴംപൊരിയുടെ മുകളിലേക്ക് നമ്മുടെ ആ ബീഫ് പെരലും ഇതുപോലെ ഇങ്ങ് സ്ലോ മോഷനിൽ ഇടുക. ഇത് കണ്ടിട്ട് കൊതിയാകുന്നില്ല എൻ്റെ ചങ്ങാതിമാരെ. അപ്പോൾ ഒന്നും നോക്കണം, ഇനി പഴംപൊരി ഇല്ലെങ്കിൽ ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും ഇനി ചോറിൻ്റെ കൂടെ ആയാലും വെച്ച് പിടിക്കുക എൻ്റെ ചങ്ങാതിമാരെ. ഇത് കഴിച്ചിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും അല്ല ചങ്ങ നമുക്കെല്ലാം. ഇനി പഴയ വീഡിയോകളൊക്കെ കാണാനും മറക്കല്ലോ. ഉണ്ടാക്കി തകർത്ത് പൊളിച്ചടുക്കുക എൻ്റെ ചങ്ങാതിമാരെ.